ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രബിന ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. ചായയുടെ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പുമാവും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ചായക്ക് വെള്ളം ആദ്യം കുറച്ച് തോനെ വെച്ചിരുന്നു. അത് കുറച്ചെടുത്ത് ഞാൻ പാൽ കാപ്പി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഒറ്റ കയ്യിൽ ഫോണും വെച്ചെടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാട്ടോ അതൊന്നും മുഴുവനില്ലാത്തത്. അങ്ങനെ രാവിലത്തെ ചായയുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കാശിമോൻ അതാ അങ്കലാടിയിലേക്ക് കൊണ്ടുപോയാക്കാനായിട്ട് ഷൈജേട്ടൻ പോവുക കേട്ടോ. ഷൈജേട്ടൻ ഇന്ന് ലീവാണ്. അപ്പോൾ കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്കലാടി പോവാൻ. ഇവിടെ ഒറ്റക്കുറുക്കനായിട്ടല്ലേ നിൽക്കുന്നത്. അവിടെ കളിക്കാൻ ഒരുപാട് ആളെ കിട്ടില്ല, ആ സന്തോഷത്തിൽ കേട്ടോ. അപ്പോൾ അവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ചോറിന് തീ ഇടിപ്പിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വിറക് ഇതാണെങ്കിൽ കുറച്ച് ഉറപ്പുണ്ട്. തീ ചെറിയ ചീള് കഷ്ണങ്ങൾ വെച്ചെടുത്തിട്ടും കത്തുന്നില്ല. ഞാൻ ഓലക്കൊടിയൊക്കെ വെച്ചെടുത്തെങ്കിലും കത്തുന്നില്ല. ഞാൻ കുറേ ഊതി നോക്കി, എന്നിട്ടും കത്തുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചെറിയ കഷ്ണം കടലാസ് വെച്ച് കത്തിച്ചു. അപ്പോൾ തീ പിടിച്ചതാ. ചോറിന വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം എനിക്ക് അങ്കലാടിയിൽ നിന്ന് കിട്ടിയ മമ്പയറാട്ടെ. ഈ മമ്പയർ ഞാൻ 6:30 എണീറ്റ സമയത്ത് തന്നെ കുതിർക്കാൻ വെച്ചതുകൊണ്ട് 10 മണിയായപ്പോഴേക്ക് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. എല്ലാം കഴുകി ഇത് കുക്കറിലേക്ക് 2 വിസിലിന് വെച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ വിസിലിന് നമ്മൾ എന്ത് ചെയ്യും, മത്തനും കൂടി മുറിച്ചിത് ഇട്ടെടുത്തിട്ടാട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 2 വിസിലിന് ഞാൻ അടുപ്പത്ത് കുക്കർ വെച്ചതിന് ശേഷം മത്തൻ തോല് ചെത്താനായിട്ട് വന്നതാട്ടോ. അപ്പോൾ കൊലായിൽ ഇരുന്നാണ് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് സുഖം ഇതാണല്ലോ. TV രാവിലെ തന്നെ ഇട്ട് കണ്ട് വെറുതെ ടൈം പോക്കണ്ട. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനെ വിളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടാട്ടോ മത്തം ചെത്തിയത്. അതാണ് ഈ ഒരു വീഡിയോയിൽ ഒരു സംസാരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം മത്തനും മമ്പയറൊക്കെ വെന്തിട്ടുണ്ട്. ഞാനത് കുക്കറിൽ ഇട്ട് കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ച് വന്നതിലോട്ടേക്ക് ഞാനത് വെളുത്തുള്ളി കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ടേക്ക് എന്ത് ചെയ്യുക, മത്തനും മമ്പയറും ആഡ് ചെയ്യട്ടോ. ഈ ഒരു മത്തനിട്ട് വേവിക്കുന്ന സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊണ്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ മമ്പയർ ആദ്യം ഇട്ട സമയത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. മത്തൻ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല പാകത്തിന് വെന്ത മത്തനും മമ്പയറായ സ്ഥിതിക്ക് എന്ത് ചെയ്യാം, നമുക്ക് കടുക് പൊട്ടിച്ച് ഒന്ന് തിളപ്പിച്ചുകൊണ്ടെടുത്താൽ മതി. എന്നിട്ട് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചോറിനെന്ന് പറയാൻ നല്ല അച്ചാറുണ്ട്, ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ അമ്മ ഉണ്ടാക്കിയ ചക്കപ്പുഴുക്കും ഞാൻ ഉണ്ടാക്കിയ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞാനിതാ ഇനി ബൂസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ. ഷൈജേട്ടൻ ഇന്നലെ കടയിൽ പോയി വാങ്ങിയിരുന്നു. പക്ഷെ ആ പാക്ക് ഇവിടെ വന്നിട്ട് എത്ര തിരഞ്ഞിട്ടും കാണുന്നില്ല. പിന്നെ വൈകുന്നേരം മോനെ അങ്കലാടിയിൽ നിന്ന് കൂട്ടി കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അപ്പം ഇന്ന് ഈവനിങ്ങിൽ ബൂസ്റ്റാട്ടോ. ബൂസ്റ്റും 50-50 ബിസ്ക്കറ്റ്. കാശിമോൻ അതാ ഇഷ്ടം. അപ്പോൾ അതാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങാറ്. എനിക്കും ഇഷ്ടം അതാട്ടോ. ക്രീം ബിസ്ക്കറ്റിനേക്കാളും മറ്റു ബിസ്ക്കറ്റിനേക്കാളും ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ വരുന്നതിൽ ടാറ്റ ബൈ, സീ യു.